ഹായ്, വെൽക്കം ടു ജോ ഫിറ്റ്നസ് ഗൈഡ്. ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് കാർബോഹൈഡ്രേറ്റിനെ പറ്റിയാണ്. അതായത് നമ്മുടെ കപ്പയും അപ്പവും പുട്ടും ഇഡലിയും ദോശയും ഇങ്ങനെയുള്ള കാർബോഹൈഡ്രേറ്റ് റിച്ച് ആയിട്ടുള്ള നമ്മുടെ മലയാളികളുടെ ഇഷ്ട ആഹാരങ്ങൾ ഒഴിവാക്കിയിട്ടാണോ നിങ്ങൾ ഒരു ഡയറ്റ് എടുക്കേണ്ടത്? അല്ലെങ്കിൽ നിങ്ങളൊരു ഡയറ്റ് എടുക്കുമ്പോൾ അതിൽ ഉൾപ്പെടുത്താൻ പാടില്ലാത്ത ആഹാരങ്ങളാണോ ഇതൊക്കെ? അല്ല, ഇതെല്ലാം നമുക്ക് കഴിക്കാവുന്ന ആഹാരങ്ങളാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട ആഹാരങ്ങളാണ് ഇതൊക്കെ. ഇനി നിങ്ങളുടെ ഗോള് വെയിറ്റ് ലോസ് ആണെങ്കിലും ഫിറ്റ്നസ് ആണെങ്കിലും വെയിറ്റ് ഗെയിനിങ് ആയാലും എന്ത് തന്നെ ആയാലും ഇങ്ങനെയുള്ള ആഹാരങ്ങൾ ഒഴിവാക്കിയിട്ടല്ല നമ്മൾ ആ ഗോള് മീറ്റ് ചെയ്യേണ്ടത്. ഇനി അങ്ങനെ മീറ്റ് ചെയ്താലും അതൊരു ഹെൽത്തി ആയിട്ടുള്ളൊരു വേ അല്ല. സോ നിങ്ങൾ അറിഞ്ഞിരിക്കണം കാർബോഹൈഡ്രേറ്റ് എന്താണെന്നും അതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത്. അതാണ് ഈ വീഡിയോ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇങ്ങനൊരു ടോപ്പിക്ക് വീഡിയോ ആയിട്ട് ചെയ്യാൻ തന്നെ കാരണം കഴിഞ്ഞ ദിവസം എൻ്റെ ലൈഫിൽ നടന്നൊരു ഇൻസിഡൻ്റ് ആണ്. അതെന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ടും അവൻ്റെ ഒരു കസിനും കൂടെ എന്നെ കാണാനായിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഇവർ വരുന്ന ടൈമിൽ ഞാൻ നല്ല കപ്പയും മീൻകറിയും കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇവർ വന്നപ്പോൾ ഞാൻ ഇവരെയും ഫുഡ് കഴിക്കാനായിട്ട് ക്ഷണിച്ചു. അപ്പം ഈ ഫ്രണ്ടിൻ്റെ കൂടെ വന്ന ആൾ പറഞ്ഞു, എനിക്ക് വേണ്ട, ഞാൻ ഡയറ്റിലാണ്, ഞാൻ ഇത് കഴിക്കില്ലെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു, ഇത് കപ്പയല്ലേ, ഇത് കഴിക്കുന്നതിന് എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ വെയിറ്റ് ലോസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, കപ്പ കാർബോഹൈഡ്രേറ്റ് ആണ്, ഇത് കഴിച്ചു കഴിഞ്ഞാൽ വെയിറ്റ് ഗെയിൻ ചെയ്യുമെന്നാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, പിന്നെ എന്താ നിങ്ങൾക്ക് കഴിക്കാൻ പറ്റുന്ന ആഹാരം എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡുകളും പിന്നെ വെജിറ്റബിൾസ്, സാലഡ്സ് ഇങ്ങനെയുള്ളത് മാത്രമേ കഴിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളും ഇങ്ങനെയാണോ കരുതുന്നത്? അല്ലെങ്കിൽ നിങ്ങളും ഇങ്ങനെയാണോ ഒരു ഡയറ്റ് ഫോളോ ചെയ്യുന്നത്? അങ്ങനെയാണെങ്കിൽ അതൊരു വലിയ ബ്ലണ്ടറാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതെന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ കാർബോഹൈഡ്രേറ്റ് എന്താണെന്ന് അറിയണം. കാർബോഹൈഡ്രേറ്റ് എന്തിനാണ് കഴിക്കേണ്ടത്, അതിൻ്റെ ആവശ്യകത എന്താണ് എന്നുള്ളത് അറിയണം. അപ്പം ആദ്യം ഞാൻ അത് പറഞ്ഞുതരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇത് തെറ്റാണ് എന്ന് ഞാൻ പറഞ്ഞതെന്ന്. അപ്പോൾ എന്താണ് കാർബോഹൈഡ്രേറ്റ്? കാർബോഹൈഡ്രേറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയുടെ മെയിൻ എനർജി സോഴ്സ് ആണ്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ചെയ്യണമെങ്കിൽ നമുക്ക് എനർജി വേണം. ഇപ്പം ഞാൻ എൻ്റെ കൈ ജസ്റ്റ് മുകളിലേക്ക് ഒന്ന് പൊക്കണം, ഇങ്ങനെ എൻ്റെ കൈ മുകളിലേക്ക് പൊക്കണമെങ്കിൽ എനിക്ക് എനർജി വേണം. ഈ എനർജി എവിടെ നിന്ന് കിട്ടുന്നത്? കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡിൽ നിന്ന്. ഇപ്പം നമ്മളൊരു കാറിൽ യാത്ര ചെയ്യാമെന്ന് വിചാരിക്കുക. നമ്മുടെ കാറിൽ യാത്ര ചെയ്യണമെങ്കിൽ കാറിന് ഇന്ധനം അടിക്കണം. അതിൻ്റെ ഫ്യൂവൽ കൊടുത്താലേ കാറിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയുടെ ഫ്യൂവലാണ് കാർബോഹൈഡ്രേറ്റ്. അപ്പോൾ ഈ കാർബോഹൈഡ്രേറ്റ് നിങ്ങൾ കഴിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിക്ക് എവിടെ നിന്നാണ് എനർജി കിട്ടുന്നത്? ഇനി വേറൊരു കേസ് പറയാം. നിങ്ങൾ ആക്ടിവിറ്റി ഒന്നും ചെയ്യുന്നില്ല, ബെഡിൽ വെറുതെ കിടക്കുവാന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കാർബോഹൈഡ്രേറ്റിൻ്റെ ആവശ്യമില്ലല്ലോ എന്ന് വിചാരിക്കുന്നുണ്ടോ? അല്ല, അവിടെയും വേണം. നമ്മുടെ ഹാർട്ട് ബീറ്റ് ചെയ്യുന്നുണ്ട്, അതായത് ഹാർട്ടിൻ്റെ ഫങ്ഷൻസ് നടക്കുന്നുണ്ട്. ലിവർ, കിഡ്നി, ബ്രെയിൻ, നമ്മുടെ ഇൻറ്റേർണൽ ഓർഗൻസ് എല്ലാം വർക്ക് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. അപ്പം അതിന് അവർക്ക് എനർജി വേണം. അപ്പം നമ്മൾ ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ വെറുതെ ഇരുന്നാലും നമുക്ക് കാർബോഹൈഡ്രേറ്റ് ആയിട്ടുള്ള ഫുഡ് കഴിക്കേണ്ട ആവശ്യമുണ്ട്. ഇനി നിങ്ങൾക്ക് ന്യായമായിട്ട് തോന്നാവുന്ന അടുത്തൊരു ഡൗട്ടായിരിക്കും, കാർബോഹൈഡ്രേറ്റ് കട്ട് ചെയ്ത് ഡയറ്റ് എടുക്കുന്ന ആരും അങ്ങനെയാണെങ്കിൽ മരിച്ചൊന്നും പോകുന്നില്ലല്ലോ എന്നുള്ളത്. കാരണം ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ഇന്റേണൽ ഓർഗൻ പ്രവർത്തിക്കണമെങ്കിൽ പോലും കാർബോഹൈഡ്രേറ്റ് വേണം. അത് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ എനർജി കിട്ടാതെ പ്രവർത്തനം ശരിക്കും നടക്കൂല എന്നുള്ളത്. യെസ്, അതിനുള്ള ഉത്തരം ഞാൻ തരാം. അതായത് നമ്മുടെ ബോഡിയുടെ മെയിൻ മോട്ടീവ് എന്താണ്? നമ്മുടെ ജീവൻ നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പം നമ്മൾ റീസെൻ്റ് ആയിട്ട് കണ്ട ആടുജീവിതം മൂവിയിലാണെങ്കിൽ പോലും നേരവന് ഫുഡൊന്നും കിട്ടാഞ്ഞിട്ടും ഫൈറ്റ് ചെയ്ത് ബോഡി ജീവൻ നിലനിർത്തി പൃഥ്വിരാജ് അവിടുന്ന് രക്ഷപ്പെടുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ബോഡി ജീവൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഏതറ്റം വരെയും പോകും. അപ്പോൾ നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൊടുക്കാതിരുന്നു കഴിഞ്ഞാൽ ബോഡി എന്ത് ചെയ്യും? അടുത്ത സോഴ്സ് കണ്ടെത്തും. അതായത് പ്രോട്ടീനെ പോയിട്ട് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫാറ്റിനെ പെട്ടെന്ന് എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് അവിടെ അപ്പോൾ പ്രോട്ടീൻ അവൈലബിൾ ആണെങ്കിൽ പ്രോട്ടീനെ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. അപ്പോൾ പ്രോട്ടീൻ്റെ മെയിൻ ഫങ്ഷൻ എന്താണ്? നമ്മുടെ സെൽസിൻ്റെ റിക്കവറി, റിപ്പയറിങ്, അതുപോലെ തന്നെ മസിൽ റിക്കവറി, മസിൽ റിപ്പയർ ചെയ്യുക, ഇതൊക്കെയാണ് പ്രോട്ടീൻ്റെ മെയിൻ ഫങ്ഷൻ. അപ്പം ഈ കാർബോഹൈഡ്രേറ്റ് കിട്ടാതെ വരുമ്പോൾ ബോഡി പ്രോട്ടീൻ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പം അവിടെ പ്രോട്ടീൻ ആവശ്യത്തിനില്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ എന്ത് പറ്റും? നമ്മുടെ സെൽസ് പയ്യെ ഡാമേജ് ആയി തുടങ്ങും. അങ്ങനെ സെൽസ് ഡാമേജ് ആയി വരുമ്പം ആദ്യം അഫക്റ്റ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിൻ സെൽസിനെ ആയിരിക്കും. അപ്പം ഇങ്ങനെ പയ്യെ സെൽസ് ഡാമേജ് ആയി സെൽസ് ഡെഡ് ആയി തുടങ്ങും. അങ്ങനെ വരുമ്പോഴത്തേന് നമുക്ക് ഭാവിയിൽ അൽഷിമേഴ്സ്, പാർക്കിൻസൺ പോലെയുള്ള ബ്രെയിൻ ഡിസീസസ് വരാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. ഇങ്ങനെ ഡയറ്റ് എടുക്കുന്ന ആൾക്കാർക്ക് അതുകൊണ്ടാണ് കോൺസെൻട്രേഷൻ ഇല്ലാതെ വരുന്നത്, മെമ്മറി ലോസ് ഉണ്ടാകുന്നു, എപ്പോഴും ക്ഷീണം അനുഭവപ്പെടുന്നു, ഒരു കാര്യവും ചെയ്യാനായിട്ട് ആരോഗ്യമില്ലാത്തൊരു ഫീലിംഗ് ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെ ഡയറ്റ് എടുത്തിട്ടുള്ള ആൾക്കാർക്കറിയാം, നിങ്ങൾ ഇതൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും.
അപ്പൊ എനിക്ക് പറയാനുള്ളത് കാർബോഹൈഡ്രേറ്റ് നമുക്ക് കഴിക്കേണ്ട ആഹാരമാണ്. കാർബോഹൈഡ്രേറ്റിന് പലരും ഒരു എനിമിയെ പോലാണ് കാണുന്നത്. കാർബോഹൈഡ്രേറ്റ് കഴിച്ചു കഴിഞ്ഞാൽ പല അസുഖങ്ങളും വരുന്നത് കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നതുകൊണ്ടാണ് വണ്ണം വെക്കുന്നത് എന്നൊക്കെയാണ്. ശരിയാണ്, കാർബോഹൈഡ്രേറ്റ് കൂടുതലായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ണം വെക്കും. അതായത് കാർബോഹൈഡ്രേറ്റ് ഒരു ഫ്യൂവലാണെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ആവശ്യത്തിൽ കൂടുതൽ ഫ്യൂവൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ബോഡി അത് സ്റ്റോർ ചെയ്ത് വെക്കും. കൂടുതലായിട്ട് കിട്ടുന്ന ഫ്യൂവലിനെ സ്റ്റോർ ചെയ്ത് വെക്കും. അപ്പൊ നമ്മൾ ഒരുപാട് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ബോഡി കിട്ടുന്നത് മുഴുവൻ സ്റ്റോർ ചെയ്തുകൊണ്ടിരിക്കും. അതിങ്ങനെ സ്റ്റോർ ചെയ്യുന്നതനുസരിച്ച് നമ്മളിങ്ങനെ വണ്ണം വെച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെയാണ് നമ്മൾ വണ്ണം വെക്കുന്നത്. അപ്പം നമ്മുടെ ആവശ്യത്തിന് മാത്രം നമ്മൾ കാർബോഹൈഡ്രേറ്റ് കൊടുക്കുക. ഓവറായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പ്രശ്നങ്ങളാണ്. അത് നമ്മുടെ പൂർവികരൊക്കെ ഇതുപോലെ ആയിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അവർ കപ്പയൊക്കെ കഴിച്ച് നല്ലപോലെ പണിയെടുക്കുമായിരുന്നു. അവർ കൂടുതലായിട്ട് എനർജി ഫ്യൂവൽ എടുക്കുമ്പോഴത്തേന് അതുപോലെ തന്നെ അത് എനർജി ആയിട്ട് യൂസ് ചെയ്യുമായിരുന്നു. നമ്മളത് യൂസ് ചെയ്യുന്നില്ല, അതാണ് പ്രശ്നം. അപ്പൊ എനിക്ക് പറയാനുള്ളത് കാർബോഹൈഡ്രേറ്റും പ്രോട്ടീനും ഫാറ്റും എല്ലാം നമുക്ക് ആവശ്യമുള്ള ഘടകമാണ്. ഇതിനെല്ലാം ഇതിൻ്റെതായ ഓരോ ഫങ്ഷൻസ് ചെയ്യാനായിട്ടുണ്ട്. അല്ലാതെ പ്രോട്ടീനും ഫൈബറും മാത്രം കഴിച്ചതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കണമെന്നുണ്ടെങ്കിലും ഒരു ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ഫോളോ ചെയ്യണമെന്നുണ്ടെങ്കിലും കാർബോഹൈഡ്രേറ്റും ഫാറ്റും പ്രോട്ടീനും എല്ലാം നമ്മുടെ ഫുഡിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ അങ്ങനെയുള്ളൊരു ഫുഡാണ് അങ്ങനെയുള്ളൊരു ഡയറ്റാണ് നമ്മൾ ഫോളോ ചെയ്യേണ്ടത്. എനിക്കറിയാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് സാധാരണക്കാർക്ക് മനസ്സിലാവുന്ന രീതിയിൽ കാർബോഹൈഡ്രേറ്റിനെ പറ്റി പറഞ്ഞു തരാൻ സാധിച്ചിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇനിയും ഇതേപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട്. അപ്പോൾ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, എക്സസൈസ് ചെയ്യുക, ഹെൽത്തി ആയിട്ടിരിക്കുക. സോ ദിസ് ഈസ് ജോ സൈനിങ് ഓഫ്. ബൈ.